ഓക്കെ. സോ നമുക്ക് പഠിക്കേണ്ടത് ജി എസ് ടി ആണ്. ജി എസ് ടിയുടെ പ്രാക്ടിക്കൽസ് ആണ് പഠിക്കേണ്ടത് അല്ലേ ഇവിടെ? ജി എസ് ടിയുടെ പ്രാക്ടിക്കൽസ്. ജി എസ് ടിയുടെ ഫുൾ ഫോം എല്ലാവർക്കും കേട്ട് പരിചയമുണ്ടാകാം. ഇല്ലാത്തവർ ശ്രദ്ധിക്കുക. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് ജി എസ് ടിയുടെ ഫുൾ ഫോം വരുന്നത്. ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്, ഇംപ്ലിമെന്റ് ചെയ്തത് 2017 ജൂലൈ മാസം 1-നാണ്. ക്ലിയർ? അതായത് ഈ 2024 എന്ന വർഷമാകുമ്പോ 7 ഇയർ കംപ്ലീറ്റ് ആയി ജി എസ് ടി നടപ്പിലായിട്ട്. നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ജി എസ് ടിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്തെല്ലാമാണ് വരുന്നത്, അതെല്ലാം നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഈ 10 ഡേയ്സ് വരുന്ന ജി എസ് ടിയുടെ ഓൺലൈൻ ട്രെയിനിങ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. ഈ 10 ഡേയ്സ് ക്ലാസ്സിലൂടെ ജി എസ് ടിയിലെ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിക്കും, നിങ്ങൾ പഠിക്കും. ശേഷം ആഫ്റ്റർ 10 ഡേയ്സ്, ആ 10 ദിവസവും നിങ്ങൾ ഇതൊക്കെ പഠിച്ച ശേഷം ജി എസ് ടിയുടെ സൈറ്റ് ഉണ്ട്, ഗവൺമെന്റ് സൈറ്റ്. അതായത് www.gst.gov.in. ഈ ഒരു സൈറ്റിനകത്ത് കയറിയാണ് നമ്മളെല്ലാം ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ 10 ഡേയ്സ് കഴിഞ്ഞ ശേഷം ജി എസ് ടിയുടെ അതേമാതിരി വരുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ക്ലിയർ അല്ലേ? ജി എസ് ടിയുടെ സെയിം അതേപോലെ നിർമ്മിക്കപ്പെട്ട ഒരു ഡെമോ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെൽഫായിട്ട് വർക്കുകൾ എന്ത് ചെയ്യാം, ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജി എസ് ടിയുടെ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറി എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കും. എല്ലാം നിങ്ങൾ പഠിക്കും. 10 ഡേയ്സ് കഴിഞ്ഞ ശേഷം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഡെമോ സോഫ്റ്റ്വെയർ, കാരണം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സൈറ്റിനകത്ത് അതിനുള്ള ഇതില്ല, അങ്ങനെയുള്ളൊരു പ്രത്യേകത അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതേപോലെ നിർമ്മിക്കപ്പെട്ട ഡെമോ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന് നിങ്ങൾക്ക് ഓരോ ആൾക്കും ഓരോ യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടാകും. നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്ത് ഞാൻ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഓരോ വർക്കും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ നമുക്ക് ഈ 10 ഡേയ്സ് പഠിക്കേണ്ടത് കംപ്ലീറ്റ് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കല് പഠിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് തിയററ്റിക്കൽ കാര്യങ്ങളോ പഠിക്കേണ്ടി വരും, അതും പഠിപ്പിക്കും. ഇപ്പോ നമ്മൾ ജി എസ് ടിയുടെ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഈ ബേസ് എന്ന് പറയുമ്പോൾ പക്ക പ്രാക്ടിക്കൽ ബേസ് ആണ് കേട്ടോ. ഒരു ബിസിനസ് സ്ഥാപനം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ബിസിനസ് സ്ഥാപനത്തിൽ ജി എസ് ടിയുടെ ഇൻവേർഡ് സപ്ലൈയും ജി എസ് ടിയുടെ ഔട്ട്വേർഡ് സപ്ലൈയും ജി എസ് ടി ബന്ധപ്പെട്ട പേയ്മെന്റും ജി എസ് ടി ബന്ധപ്പെട്ട റിസീപ്റ്റും ജി എസ് ടിയുടെ പേയ്മെന്റും എങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ എന്ന രീതിയിൽ ആസ്പദമാക്കിയായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു തിയററ്റിക്കലി എന്ന രീതിയിലായിരിക്കത്തില്ല പറഞ്ഞു പോകുന്നത്. പ്രാക്ടിക്കലി പറഞ്ഞു പോയാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒന്നുകിൽ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് സ്ഥാപനമുള്ളവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ബിസിനസിന്റെ ഇടപാടുകൾ, ജി എസ് ടി ബന്ധപ്പെട്ട് വരുന്ന ഇടപാടുകൾ നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടാകും. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ പ്രാക്ടിക്കലി എല്ലാം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. ഓക്കെ. എൻ്റെ ഒരു വിശ്വാസം 10-ാം ക്ലാസ് പോലും
ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് പോലും ഈ ക്ലാസ് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. ഞാൻ ആ രീതിയിലായിരിക്കും പഠിപ്പിച്ചു പോകുന്നത്. ഓക്കെ, എന്തെല്ലാമാണ് നമ്മൾ പഠിക്കുന്നത്? ആദ്യം ബേസ് പഠിക്കും. എന്താണ് ജി എസ് ടി, സി ജി എസ് ടി എന്താണ്, എസ് ജി എസ് ടി എന്താണ്, ഐ ജി എസ് ടി എന്താണ്, ഇൻട്രാ സ്റ്റേറ്റ്, ഇന്റർ സ്റ്റേറ്റ്, ഔട്ട്പുട്ട് ജി എസ് ടി, ഇൻപുട്ട് ജി എസ് ടി, അങ്ങനെ കുറച്ച് ബേസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിക്കും. ദെൻ പ്രാക്ടിക്കലി നമ്മൾ കടക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഫേമിന് ജി എസ് ടി ഓൺലൈനായിട്ട് എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാം. ക്ലിയർ അല്ലേ? രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം നമ്മൾ പഠിക്കും. ജി എസ് ടിയുടെ ഇതാണ്ട് ഈ വെബ്സൈറ്റിലെ ഈ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിനകത്ത് രണ്ട് പാർട്ട് എ, പാർട്ട് ബി. അതിനകത്ത് നമ്മൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണോ വേണ്ടത് അതെല്ലാം അപ്ലോഡ് ചെയ്ത് എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാമെന്ന് നമ്മൾ ചെയ്ത് പഠിക്കും. ക്ലിയർ അല്ലേ? അതിപ്പോ ഒരു പ്രൊപ്പറൈറ്റർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമായിക്കോട്ടെ, ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും അതിനെന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണോ വേണ്ടി വരുന്നേ അതെല്ലാം എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയെടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സിമ്പിൾ മെത്തേഡിലൂടെ ചെയ്യാൻ ഞാൻ പഠിപ്പിക്കും. ക്ലാസ് കഴിഞ്ഞ ശേഷം ഈ ഡെമോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പല വ്യത്യസ്ത ടൈപ്പ് സ്ഥാപനങ്ങളുടെ വർക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഒരു വർക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ആണെങ്കിൽ രജിസ്ട്രേഷൻ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5 പ്രാവശ്യം സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. 3 മാസം അതിന് വാലിഡിറ്റിയും ഉണ്ടാകും. സമയമെടുത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അങ്ങനെ ആവശ്യമുള്ളവർക്ക്. ഓക്കെ, ദെൻ അടുത്ത് രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യാൻ പഠിച്ച ശേഷം അടുത്ത് നമ്മൾ പഠിക്കുന്ന പ്രാക്ടിക്കൽ കാര്യം, രജിസ്റ്റേർഡ് ആയി മാറിക്കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം രജിസ്റ്റേർഡ് ആയി മാറി എങ്കിൽ അവർക്ക് എന്തുണ്ടാകും? അവർക്കൊരു ജി എസ് ടി ഐ എൻ, ജി എസ് ടി ഐഡന്റിറ്റി നമ്പർ എന്ന് പറയും. ജി എസ് ടി നമ്പർ ഉണ്ടാകും. അപ്പോൾ ജി എസ് ടി നമ്പർ ഉള്ള, ജി എസ് ടിയിൽ രജിസ്റ്റേർഡ് ആയ സ്ഥാപനമാണെങ്കിൽ അവർക്ക് മന്ത്ലി മാസം തോറും ജി എസ് ടി റിട്ടേൺസ് ഫയലിംഗ് ചെയ്യണം. ജി എസ് ടി റിട്ടേൺസ് ഫയലിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോ നമ്മുടെ ബിസിനസ് സ്ഥാപനം ജി എസ് ടി രജിസ്റ്റേർഡ് ആയി മാറി, ജി എസ് ടി നമ്പർ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും മന്ത്ലി എല്ലാ മാസവും ജി എസ് ടി റിട്ടേൺസ് ഫയൽ ചെയ്യണം. അതിപ്പോ രജിസ്റ്റേർഡ് ആയി മാറി, ഒരു ബിസിനസ് നടക്കുന്നില്ല, ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല, സെയിൽസ് തുടങ്ങിയിട്ടില്ല, പർച്ചേസ് ഒന്നും തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും റിട്ടേൺ ഫയൽ നിർബന്ധമായിട്ടും ചെയ്യണം. റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ അതാത് മാസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അതോറിറ്റി അറിയിക്കുക. ഈ മാസം ഇത്ര സെയിൽ നടന്നു, ഈ മാസം ഇത്ര പർച്ചേസ് നടന്നു, അതൊക്കെ അതോറിറ്റി അറിയിക്കുക. ഇനി ഒന്നും നടന്നില്ലെങ്കിലോ, ഒന്നും നടന്നിട്ടില്ല ഈ മാസം എന്ന് അതോറിറ്റി അറിയിക്കുക. ക്ലിയർ അല്ലേ? ഒന്നും നടന്നിട്ടില്ല എങ്കിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് അതോറിറ്റി അറിയിക്കുക. ക്ലിയർ അല്ലേ? യെസ്. അതുകൊണ്ടാണ് പറയുന്നത് റിട്ടേൺ ഫയലിംഗ് മാൻഡേറ്ററി ആണ്. നിർബന്ധമായിട്ടും ജി എസ് ടി റിട്ടേൺ ഫയലിംഗ് ചെയ്യണം. ആര്? രജിസ്റ്റേർഡ് സ്ഥാപനമാണെങ്കിൽ. അതിന് 2 റിട്ടേൺസ് ആണ് നമുക്ക് വരുന്നത്. 2 റിട്ടേൺസ് മന്ത്ലി ഫയൽ ചെയ്യണം. നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാകും. കാരണം നിങ്ങളുടെ സ്ഥാപനത്തിലെ ജി എസ് ടി നിങ്ങളല്ല ചെയ്യുന്നെങ്കിൽ പോലും ആരാണോ ചെയ്യുന്നത് അവർ പറഞ്ഞ് കേട്ട അറിവുണ്ടാകും. 2 ഫോമിന്റെ പേര്. ഒന്ന് ജി എസ് ടി ആർ മീൻസ് റിട്ടേൺ, GSTR1 എന്ന് വിളിക്കും. GSTR1 എന്ന് വിളിക്കും. രണ്ടാമത്തതിന്റെ പേര് GSTR3B എന്ന് വിളിക്കും. GSTR3B എന്ന് വിളിക്കും. GSTR1ഉം GSTR3Bയും നമ്മുടെ ഗവൺമെന്റ് സൈറ്റില്ലേ, www.
gst.gov.in, ആ സൈറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഫോമാണ് ഈ രണ്ട് റിട്ടേൺസ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്ഥാപനത്തിൽ അതാത് മാസങ്ങളിൽ നടന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഫോമിനകത്ത് ഡാറ്റ എൻറ്റർ ചെയ്ത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക, റിട്ടേൺ ഫയൽ ചെയ്യുക. ഓക്കെ. GSTR 1 എന്ന ഫോമിലൂടെ നമ്മൾ അതോറിറ്റിയെ അറിയിക്കേണ്ടത് ആ മാസം നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന സെയിൽസ് ആണ്. എത്ര സെയിൽ നടന്നു, സെയിൽസ് ഡീറ്റെയിൽസ് അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് GSTR 1. ഇപ്പൊ GSTR 1 എന്ന ഫോമിന്റെ ആവശ്യം എന്താണ്? ആ ഒരു മാസം നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം GST അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന റിട്ടേൺ ഫോമാണ് GSTR 1. ക്ലിയർ അല്ലേ? എന്നാൽ 3B ആണെങ്കിലോ, ആ മാസം എത്ര GST ആണ് നമ്മൾ ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത്, അതായത് ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രം ആവശ്യമായി വരുന്ന ഫോമാണ്, അനുവദിക്കപ്പെട്ട മന്ത്ലി റിട്ടേൺ ഫോമാണ് GSTR 3B. ക്ലിയർ? രണ്ട് ഫോമിന്റെയും പർപ്പസ് മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ചില ആൾക്കാർ ചിന്തിക്കും, പർച്ചേസ് എവിടെ കാണിക്കും? നമ്മുടെ പർച്ചേസ് നമ്മളായിട്ട് അതോറിറ്റി അറിയിക്കേണ്ട. നമ്മുടെ പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സപ്ലയർ ഇല്ലേ, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ് നടത്തിയത് ആ സപ്ലയർ രജിസ്റ്റേർഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അദ്ദേഹം എന്തായാലും ഈ GSTR 1 അദ്ദേഹം ഫയൽ ചെയ്യുമല്ലോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? നമുക്ക് നടത്തിയ സെയില് അദ്ദേഹത്തിന്റെ GSTR 1 കാണിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ പർച്ചേസ് നമ്മൾ കാണിക്കാതെ തന്നെ സപ്ലയർ കാണിക്കും. അത് സപ്ലയറിന്റെ GSTR 1 ഗവൺമെന്റിന് അത് അറിയാൻ സാധിക്കും, നമുക്ക് ഇത്ര പർച്ചേസ് ഈ മാസം ഉണ്ടായിരുന്നു എന്ന്. ക്ലിയർ? ഇനി നമുക്ക് ആ പർച്ചേസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിനകത്ത് GSTR 2A, GSTR 2B എന്നീ ഫോമിലേക്ക് നമ്മുടെ പർച്ചേസ് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയി വരും. എവിടെ നിന്ന് വരും? ഫ്രം നമ്മുടെ സപ്ലയറിന്റെ GSTR 1 വരും. നമുക്ക് കാണാൻ സാധിക്കും. കണ്ടാൽ മാത്രം മതിയല്ലോ. അങ്ങനെ. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ സെയിൽസ് നമ്മുടെ GSTR 1 എന്ന ഫോമിലൂടെ ഡാറ്റ എൻറ്റർ ചെയ്ത് അതോറിറ്റി അറിയിക്കുക. 3B എന്ന ഫോമിലൂടെ ടാക്സ് എമൗണ്ട് അതോറിറ്റിക്ക് പേയ്മെന്റ് ചെയ്യുക. ക്ലിയർ? ആലോചിക്കുക. ഓക്കെ അല്ലേ? ഇതുവരെ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഓക്കെ. ആരും ഒന്നും സംസാരിക്കുന്നില്ല. ആർക്കും കേൾക്കാൻ പറ്റുന്നില്ലെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ 1ഉം 3Bയും എന്താന്ന് മനസ്സിലാവാതെ ഉണ്ടോ? ഓക്കെ. ആർക്കും ഒന്നും ചോദിക്കാനില്ല. ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആണ്. ഹലോ. പറയൂ. ഇത് ക്ലിയർ ആണ്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലേ? ഓക്കെ ഓക്കെ. ആ, ഓക്കെ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടേ നമുക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് അല്ല, എനിക്ക് ചോദിച്ചത് തോന്നുന്നു കേട്ടോ. പലരും മ്യൂട്ടിലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഓക്കെ. ശരി ശരി. നോക്കാം. ഓക്കെ.
ഓക്കെ. ഇനി നമുക്ക് GSTR 1 ഇതൊക്കെ എന്നാണ് ചെയ്യേണ്ടത്? ഡ്യൂ ഡേറ്റ്. GSTR 1 ചെയ്യേണ്ടത് ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മന്ത് 11th ആണ്. അതായത് ഇപ്പൊ ഇത് ഏത് മാസം? സെപ്റ്റംബർ അല്ലേ? സെപ്റ്റംബറിന്റെ GSTR 1 ചെയ്യേണ്ടത് അടുത്ത മാസം ഒക്ടോബർ മാസം 11ാം തീയതിക്ക് ഉള്ളിൽ. അങ്ങനെ, അതായത് സെപ്റ്റംബർ മാസം, ഈ മാസം സെപ്റ്റംബർ 1ാം തീയതി മുതൽ സെപ്റ്റംബർ 30ാം തീയതി വരെ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് GSTR 1 എൻ്റർ ചെയ്യുക. സെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക, ഡാറ്റ എൻട്രി ചെയ്യുക. ദെൻ അടുത്ത മാസം ഏതാ? ഒക്ടോബറിലെ ഒക്ടോബർ 1ാം തീയതി മുതൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഫയൽ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് എന്നാ? ഒക്ടോബർ 11ാം തീയതി. അങ്ങനെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി 3B ആണെങ്കിലോ? 3Bന്റെ ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 20th. എന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസത്തെ 3B ചെയ്യേണ്ടത് ഒക്ടോബർ മാസം 20ാം തീയതിക്കുള്ളിൽ. അതായത് സെപ്റ്റംബർ മാസം എത്ര ടാക്സ് ആണോ നമ്മൾ ഗവൺമെന്റിക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത്, ആ ടാക്സ് അടയ്ക്കേണ്ടത് 3B എന്ന ഫോമിലൂടെ ഒക്ടോബർ മാസം 20ാം തീയതിക്കുള്ളിൽ. ആ ലോജിക്ക് ക്ലിയർ? യെസ്. ഇനി ഈ GSTR 1 സെയിൽസ് അല്ലേ കാണിക്കേണ്ടത്? ആ GSTR 1 23 ടേബിൾ വരുന്നുണ്ട്. 23 ടേബിളും സെയില് ബന്ധപ്പെട്ടതാണ്. നമ്മൾ 23 ടേബിളും പഠിക്കും. അതായത് ഇപ്പോ പല ടൈപ്പ് സെയിൽസ് ഉണ്ടാവുമല്ലോ, കേട്ട് പരിചയം ഉണ്ടാകും. B2B സെയില്, B2C സെയില്. എന്താണ് B2B? GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്യത്തില്ലേ? അതായത് നമ്മൾ സെയിൽ ചെയ്യും കസ്റ്റമർക്ക് അല്ലേ? ആ കസ്റ്റമർക്ക് GST ഉണ്ട് എങ്കിൽ GST നമ്പർ ഉള്ള കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. ആ സെയിലാണ് B2B. ബിസിനസ് ടു ബിസിനസ് എന്ന് വിളിക്കും. അതിന് പ്രത്യേക ഒരു ടേബിൾ ഉണ്ട് GSTR 1. അതുപോലെ B2C അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക് ചെയ്യുന്ന സെയില്, GST ഒന്നും ഇല്ലാത്ത ഒരു ഷോപ്പ് അവർക്ക് സെയിൽ ചെയ്യും, അല്ലെങ്കിൽ സാധാരണ എൻഡ് കസ്റ്റമർക്ക് സെയിൽ ചെയ്യും. അതൊക്കെ അതാണ് B2C, ബിസിനസ് ടു കസ്റ്റമർ. അതിന് പ്രത്യേകം ടേബിൾ. അതുപോലെ നമ്മൾ ഈ പറയുന്ന B2B B2C സെയിൽസിന് അഗെയിൻസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡെബിറ്റ് നോട്ട് കസ്റ്റമറിന് കൊടുക്കും, ക്രെഡിറ്റ് നോട്ട് കസ്റ്റമറിന് കൊടുക്കും. അതിന് പ്രത്യേകം ടേബിൾ ഉണ്ട്. അതുപോലെ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് ചെയ്യത്തില്ലേ, എക്സ്പോർട്ട്, അതും ഒരു സെയിൽസ് ആണല്ലോ. അതിന് എക്സ്പോർട്ട് കാണിക്കാൻ പ്രത്യേകം ഒരു ടേബിൾ ഉണ്ട്. ദെൻ നമ്മൾ സെയില് ബന്ധപ്പെട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണോ നമ്മൾ റൈസ് ആക്കിയത്, ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അതുപോലെ ഡെലിവറി ചെല്ലാൻ, അതുപോലെ റിസീപ്റ്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ, അങ്ങനെ ഡോക്യുമെന്റ്സ് കാണിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ടേബിൾ ഉണ്ട്. നമ്മൾ സെയിൽ ചെയ്യുന്ന ഗുഡ്സിന് അല്ലെങ്കിൽ സർവീസിന് ഓരോ കോഡ് പറയും. HSN കോഡ്, SAC കോഡ്, അതിന് പ്രത്യേകം ടേബിൾ ഉണ്ട്. അങ്ങനെ 23 ടേബിൾ അടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്? GSTR 1. നമ്മൾ 23 ടേബിളും പഠിക്കും. പഠിച്ച ശേഷമേ ആ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറി GSTR 1 എങ്ങനെ ഓൺലൈൻ ഫയൽ ചെയ്യാന്ന് പഠിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അതൊക്കെ ചെയ്ത ശേഷം നിങ്ങൾ ആ ഡെമോ സോഫ്റ്റ്വെയറിൽ GSTR 1 ഫയൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്നെല്ലാം ചെയ്യാൻ പറ്റും. ഒരു കോംപ്ലിക്കേഷനും വരത്തില്ല. ഓക്കെ, ക്ലിയർ. ഇനി 3B എന്ന് വെച്ചാല് 1 പോലെയല്ല. 1 ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. 3Bന്റെ പർപ്പസ് അറിയാലോ, ടാക്സ് അടയ്ക്കുക മാത്രമാണ്. അതുകൊണ്ട് തന്നെ 3B ഒരു സമ്മറി ഫോമാണ്. സമ്മറി കാണിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ 3Bക്കകത്ത് വെറും 6 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, 3Bയിൽ വെറും 6 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. ചെറിയ സമ്മറി ഫോമാണ് കേട്ടോ. നമ്മളത് പഠിക്കും. ദെൻ അങ്ങനെ നമ്മൾ മന്ത്ലി 1ഉം 3Bയും ചെയ്യും അല്ലേ? ദെൻ നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ആയി ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഒരു വർഷം, അതായത് 12 മാസവും നമ്മൾ എന്ത് ചെയ്തു? 1ഉം 3Bയും ചെയ്തു പോയി. ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം, ആനുവൽ റിട്ടേൺ. അതിന്റെ പേരാണ് GSTR 9. GSTR 9. ക്ലിയർ? ഈ GSTR 9 എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സമ്മറി ആണത്. സമ്മറി ഓഫ്
12 മന്ത് 12 മാസവും നമ്മൾ GSTR 1 ഉം 3 ബിയും ചെയ്തില്ലേ? ആ GSTR 1ന്റെയും 3 ബിയുടെയും സമ്മറിയാണ് GSTR 9. നമ്മൾ GSTR 1നകത്തും 3 ബിക്കകത്തും 12 മാസം ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു സമ്മറി രൂപത്തിൽ GSTR 9 എന്ന ഫോമിനകത്ത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകും. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വർഷ അവസാനം GSTR 9 ഓപ്പൺ ചെയ്യുക, ആ വന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ ആ 12 മാസത്തിൽ ഏതെങ്കിലും മന്തിന്റെ 1 or 3 ബി മിസ്റ്റേക്ക് ആയിരിക്കും. ഏതെന്ന് കണ്ടെത്തുക, അത് ക്ലിയർ ചെയ്യുക. ആ, അങ്ങനെയാണ് GSTR 9ന്റെ ആവശ്യം വരുന്നത്. അപ്പൊ GSTR 9 എല്ലാവർക്കും നിർബന്ധമില്ല. നമ്മുടെ ആനുവൽ ടേൺ ഓവർ, വാർഷിക വിറ്റുവരവ് 2 കോടി, 2 കോടിക്ക് എബോ മേലെ ഉള്ളവർക്ക് മാത്രമേ നിർബന്ധമായിട്ടും GSTR 9 ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ നമ്മുടെ ടേൺ ഓവർ ബിലോ 2 CR ആണെങ്കിലോ, 2 കോടിക്ക് ബിലോ ആണ് ഒരു വർഷത്തെ സെയിൽസ് എങ്കിൽ ചെയ്യണ്ട എന്നല്ല, ഇറ്റ്സ് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചെയ്യാം. ക്ലിയർ അല്ലേ? അങ്ങനെ പറയാൻ കാരണമുണ്ട്. ആ 12 മാസം നമ്മൾ കഴിഞ്ഞിട്ട് 2 കോടിക്ക് ബിലോ ആണ് നമ്മൾ സങ്കല്പിക്കുക. നമ്മൾ എന്ത് വിചാരിക്കും? ആ, 2 കോടിക്ക് ബിലോ അല്ലേ, GSTR 9 നിർബന്ധമില്ലല്ലോ, ഓപ്ഷണൽ അല്ലേ, വേണം നമുക്ക് ചെയ്താൽ മതിയല്ലോ എന്നും പറഞ്ഞ് നമ്മൾ സ്കിപ്പ് അടിച്ച് പോകും. 2-3 വർഷം കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കും. ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യും നമ്മുടെ റിട്ടേൺസ്. അവർ പറയും, നിങ്ങൾ 3 വർഷം മുമ്പ് നിങ്ങളുടെ GSTR 3Bയില് ഇത്ര ടാക്സ് അടയ്ക്കാൻ ബാക്കിയുണ്ട്, അല്ല ഇത്ര ഇൻപുട്ട് നിങ്ങൾ തെറ്റായിട്ട് ക്ലെയിം എടുത്തു. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് അവർ കണ്ടുപിടിക്കും. അതെപ്പോ 3-4 വർഷം കഴിയുമ്പോൾ എന്നിട്ട് നോട്ടീസ് അയക്കും. അപ്പൊ നമ്മൾ അത്രയും വർഷത്തെ പലിശയും പെനാൽറ്റിയൊക്കെ അടയ്ക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് എന്താ, ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ അതിന്റെ GSTR 9 കൂടെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കണ്ടെത്തിയാൽ അത് റെക്ടിഫൈ ചെയ്ത് പോകാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ 2 കോടിക്ക് ബിലോ ആണെങ്കിൽ പോലും നിങ്ങൾ GSTR 9 വർഷാവസാനം ചെയ്തു പോകാൻ ശ്രമിച്ചാൽ ആ ഒരു വർഷം നമുക്ക് സേഫ് ആയിട്ട് പോകാം. അല്ലെങ്കിൽ നമുക്കുള്ളിൽ എന്നും പേടിയുണ്ടാവും, എന്തെങ്കിലും നോട്ടീസ് വരാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഓക്കെ. ഇതാണ് GSTR 9. ഈ GSTR 9 എന്ന ഫോമിനകത്ത് 19 ടേബിൾ ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അല്ല, ഓക്കെ. എല്ലാവർക്കും ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഓക്കെ. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാൻ പഠിക്കും, മന്ത്ലി റിട്ടേൺസ് ആയി GSTR 1 ചെയ്യാൻ പഠിക്കും, 3B ചെയ്യാൻ പഠിക്കും. ദെൻ നമ്മുടെ പർച്ചേസിന്റെ 2A 2B അതെങ്ങനെ ചെക്ക് ചെയ്യാം, അതിന്റെ ആവശ്യകത എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കും. ദെൻ വർഷ അവസാനം ചെയ്യുന്ന GSTR 9 അതും ഫയൽ ചെയ്യാൻ പഠിക്കും. ഓക്കെ. ദെൻ അടുത്ത് ചില ബിസിനസ് സ്ഥാപനങ്ങൾ കോമ്പോസിഷൻ കോമ്പോസിഷൻ എന്ന സ്കീം പ്രകാരമായിരിക്കും GST എടുത്തേക്കുന്നത്. അങ്ങനെ കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുക്കുക നമുക്ക്. അത് അതിന് ഒരു പ്രത്യേക സ്കീമാണ്, അതൊരു ഓപ്ഷണൽ സ്കീമാണ്. നമുക്ക് വേണമെങ്കിൽ ആ സ്കീം പ്രകാരം GST എടുക്കാം. ഈ സ്കീം പ്രകാരം GST എടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST മേടിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? നോ നീഡ് ടു കളക്ട് GST ഫ്രം യുവർ കസ്റ്റമർ. സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST മേടിക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? നിങ്ങൾ GST പേയ്മെന്റ് ചെയ്യണം ടു ഗവൺമെന്റ് ഫ്രം യുവർ ഓൺ പോക്കറ്റ്. നിങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് ടാക്സ് അടയ്ക്കണം. ക്ലിയർ അല്ലേ? ആ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ, ജസ്റ്റ് ഒരു 1% എമൗണ്ട് ഒക്കെ അടച്ചാൽ മതി. ആ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഈ സ്കീമിന്റെ പ്രത്യേകത. ഓക്കെ, നമ്മൾ പിന്നെ പഠിക്കും, അതൊക്കെ ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സ്കീം പ്രകാരം GST എടുത്തവർക്ക് നമ്മൾ മേലെ പറഞ്ഞ GST 1 ബാധകമല്ല, 3B ആവശ്യമില്ല, 2A 2B ആവശ്യമില്ല, 9 ആവശ്യമില്ല. ഇവർക്ക് മന്ത്ലി ഒന്നും ചെയ്യണ്ട.
ഇവർക്ക് ക്വാർട്ടേർലി 3 മാസം കൂടുമ്പോൾ ഒരു ഫോം ഉണ്ട്, CMP08. ആ ഫോമിനകത്ത് എന്ത് ചെയ്യുക, അവർ സ്വന്തം കൈ നടക്കിന്റെ ടാക്സ്, ആ GST പേയ്മെന്റ് ചെയ്യണം. അപ്പോ ക്വാർട്ടേർലി ആണ് ഇവർ ടാക്സ് അടയ്ക്കേണ്ടത്, സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കുക. ടോട്ടൽ ആ 3 മാസം എത്ര സെയിൽ നടന്നു, ആ സെയിൽസിന്റെ 1% ടാക്സ് എമൗണ്ട് ഗവൺമെന്റിന് അവർ അടയ്ക്കണം. അത് അടയ്ക്കാൻ വേണ്ടിയുള്ള ഫോമിന്റെ പേരാണ് CMP08. ക്ലിയർ അല്ലേ? നമ്മൾ പഠിക്കും. ദെൻ ഇവർക്ക് ആനുവൽ ആയിട്ട് റിട്ടേൺ ഫയലിംഗ് ഉണ്ട്, അതിന്റെ പേരാണ് GSTR4. അത് മാൻഡേറ്ററി ആണ് കേട്ടോ. അത് എടുത്തു പറയാൻ കാരണം, നേരത്തെ നോർമലി ഉള്ളവർ, കോമ്പോസിഷൻ അല്ലാത്തവർക്ക് ഇയർലി ചെയ്യുന്ന ഫോം GSTR9 അല്ലേ, അത് 2 കോടി ലിമിറ്റ് പറഞ്ഞല്ലോ. അങ്ങനെയൊന്നും ഇവർക്ക് ബാധകമല്ല. കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനങ്ങൾക്ക് വാർഷിക റിട്ടേൺ ഫോം GSTR4 ആണ്. അത് നിർബന്ധമായിട്ട് അവർ ചെയ്തിരിക്കണം, അതിലൊരു മാറ്റവുമില്ല. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഡോക്യുമെന്റ്സ് പ്രിപ്പറേഷൻ. ഞാൻ പറഞ്ഞു ടാക്സ് ഇൻവോയ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അല്ലെ, അതായത് ഡോക്യുമെന്റ്സ് പ്രിപ്പറേഷൻ ആണ്. അതായത് എന്തൊക്കെ വരും, ടാക്സ് ഇൻവോയ്സ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരണം. അതുപോലെ ഡെബിറ്റ് നോട്ട്, അതായത് ഇഷ്യൂഡ് ബൈ സപ്ലയർ, സെല്ലർ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഡെബിറ്റ് നോട്ട്. അതുപോലെ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂഡ് ബൈ സപ്ലയർ, സെല്ലർ കസ്റ്റമറിന് കൊടുക്കുന്ന ക്രെഡിറ്റ് നോട്ട്. അതുപോലെ റിസീപ്റ്റ് വൗച്ചറിന്റെ ആവശ്യം എന്താണ്. അതുപോലെ റീഫണ്ട് വൗച്ചറിന്റെ ആവശ്യം GST. ഇതിന് ഓരോന്നിനും ഓരോരോ സ്പെസിഫിക് ആവശ്യങ്ങളുണ്ട്, അത് എടുത്തു പറയാൻ കാരണം. അതുപോലെ റിവൈസ്ഡ് ഇൻവോയ്സിന്റെ ആവശ്യം എപ്പോ എന്തിനാണ് വരുന്നത്, അത് പഠിക്കും. അതുപോലെ നമ്മുടെ ഡെലിവറി ചെല്ലാൻ അതിന്റെ ആവശ്യകത എപ്പോ വരും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ഇബേ ബിൽ ജനറേഷൻ. ഇബേ ബിൽ എന്താണ്, അത് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അതിന്റെ ആപ്ലിക്കേഷൻ ആവശ്യകത, അതിന്റെ പ്രാക്ടിക്കൽ ഡീപ്പായിട്ട് പഠിക്കും. അതുപോലെ ഈ ഇൻവോയ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് തിയററ്റിക്കൽ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഔട്ട്പുട്ട് GST എന്താണ്, അതൊരു ബേസ് ആണ്. ദെൻ ഇൻപുട്ട് GST എന്താണ്, അതൊരു ബേസ് ആണ്. അതിന്റെ സെറ്റ് ഓഫ്, ഇതൊക്കെ ബേസിക് ക്ലാസ്സസിൽ ഉണ്ടാകും, സെറ്റ് ഓഫ് ഒക്കെ ഉണ്ടാകും. അതിൽ പ്രധാന പോയിന്റ് ഈ ഇൻപുട്ട് ടാക്സ് ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നൊക്കെ പറയും. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന ടാക്സ് തിരിച്ച് ക്ലെയിം എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നൊക്കെ പഠിക്കും നമ്മൾ. ക്ലിയർ അല്ലേ? എന്നാൽ ചില ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല, അതായത് ഇൻഎലിജിബിൾ ഇൻപുട്ട് GST എന്നൊക്കെ പറയും. സെക്ഷൻ 17 സബ്സെക്ഷൻ 5. അപ്പൊ അതിനകത്ത് കുറച്ച് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. അതൊക്കെ തിയററ്റിക്കലി നമുക്ക് പഠിക്കും, കാരണം പ്രാക്ടിക്കലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ തിയറി കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അതുപോലെ നമുക്ക് GSTയിൽ RCM, റിവേഴ്സ് ചാർജ് മെക്കാനിസം, അത് നമ്മൾ പഠിക്കും. ഇപ്പൊ പറയുന്നില്ല എന്താന്ന്, അത് പഠിക്കും. സെക്ഷൻ 9 സബ്സെക്ഷൻ 3, അതുപോലെ സബ്സെക്ഷൻ 4, അതുപോലെ സബ്സെക്ഷൻ 5 ഇ കൊമേഴ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് പഠിക്കും. അതുപോലെ അടുത്ത് QRMB സ്കീം എന്ന് പറയും, ഒരു സ്കീമുണ്ട് GSTയിലെ. QRMB സ്കീം പഠിക്കുക, അത് തിയറിയാണ്. ആ തിയററ്റിക്കലി കാര്യം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാക്ടിക്കൽ ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ IFF-ഉം അതുപോലെ PMT06. അത് 2 പ്രാക്ടിക്കൽ ഫോമാണ്, അത് പഠിക്കും. ഓക്കെ, യെസ്. ഇനി അത് മാത്രമല്ല, ഇനി അടുത്ത് പറയുന്ന കാര്യം, നമുക്ക് ഈ മാസം മുതൽ GSTയിലെ കൊണ്ടുവന്ന ഒരു 2 ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. GSTR1 എന്നൊരു ഫോം, ഇപ്പം പുതിയ ഫോം വന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ്
ഇൻവോയ്സ് മാനേജ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയും. ഓക്കെ, അതായത് IMS, ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇപ്പം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് GSTR 2A 2B ഇല്ലേ, അതുമായി ബന്ധപ്പെട്ടൊരു ഫോമാണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോമാണ് IMS, ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഈ ഒരു 10 days വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? സോ ഇതെല്ലാം നമ്മൾ 10 days കൊണ്ട് പഠിച്ച ശേഷം ഈ എല്ലാ പ്രാക്ടിക്കലും, ഈ ഇൻവോയ്സ് ജനറേഷനും, ഈ ഇ-വേ ബിൽ ജനറേഷനും, ഈ ഇൻവോയ്സ് ക്രിയേഷനും, ഈ ഡോക്യുമെന്റ്സ്, ഇതെല്ലാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽഫായിട്ട് ആ ഡെമോ സോഫ്റ്റ്വെയറിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെൽഫായിട്ട് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ഓക്കെ ആയി മാറും. മാത്രമല്ല ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ സപ്പോർട്ടൊക്കെ ഉണ്ടാകും. ഓക്കെ, ക്ലിയർ? യെസ്. സോ എൻ്റെ പേര് അരവിന്ദാണ്. ഞാനിപ്പോ ഏകദേശം ഇപ്പൊ GST വന്ന അന്ന് മുതൽ GST ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് പ്രാക്ടീസ്. 7 year ആയിട്ട് GST ആണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോ അതുകൊണ്ട് GSTയിൽ നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കംപ്ലീറ്റ് കാര്യങ്ങൾ, എന്ത് ഡൗട്ടും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാൻ സാധിക്കും. എല്ലാം ഡൗട്ട് ക്ലിയർ ആക്കി തരും കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ഈ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫീ വരുന്നുണ്ട്. ഫീ എന്തായാലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഓഫീസിൽ നിന്ന് നിങ്ങളെ കോൾ ആക്കിയിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഫീസ് നമുക്ക് 3000 ഫീ വരുന്നത്. ഓക്കെ, നമുക്ക് സിംഗിൾ പേയ്മെന്റാണ് വരുന്നത്. കാരണം നമ്മൾ ഡെമോ ക്ലാസ് അതുകൊണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്ത് കേട്ടോ. നമുക്ക് സിംഗിൾ പേയ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഫീസ് പേയ്മെന്റ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ദെൻ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക നാളെയാണ്. നാളെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ദെൻ മറ്റൊരു കാര്യം, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഇൻകം ടാക്സ് ഇല്ലേ, ഇൻകം ടാക്സ്, അതുപോലെ അതുപോലെ TDS, അതുപോലെ ഗൾഫ് ഗൾഫ് വാറ്റ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് ആണ്. ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ റിട്ടേൺസ് എങ്ങനെ ഫയൽ ചെയ്യാം, ഇൻകം ടാക്സിൻ്റെയൊക്കെ റിട്ടേൺസ് ഫയലിങ്ങിൻ്റെ ക്ലാസ് മുമ്പ് നമ്മൾ എടുത്ത പ്രീവിയസ് നമ്മൾ എടുത്ത ക്ലാസിൻ്റെ റെക്കോർഡ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അതായത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? ഇനി അടുത്ത കാര്യം, നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ 10 days ലൈവ് ക്ലാസ് ഉണ്ടല്ലോ. ഈ ലൈവ് മാത്രമല്ല, ഈ ലൈവ് ക്ലാസ് റെക്കോർഡിങ്ങുമാണ്. ഇന്നത്തെ ഈ ഡെമോ ക്ലാസ് പോലെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി രാത്രി 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, 10 മണിക്ക് ക്ലാസ് അവസാനിക്കും. 10:30 അല്ലെങ്കിൽ 11 മണിക്കുള്ളിൽ ആ ക്ലാസ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ദിവസം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നാലും പ്രോബ്ലം വരില്ല. റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ റെക്കോർഡ് വീഡിയോക്ക് പ്രത്യേകതയുണ്ട്. ഇത് അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരിക്കലും അതിന്റെ ലിമിറ്റ് അവസാനിക്കില്ല. നിങ്ങൾക്ക് എത്ര നാൾ വേണം എന്ത് ചെയ്യാം, ഈ ക്ലാസ്സസ് ഉപയോഗിക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്, പ്രത്യേകത. ഓക്കെ. മാത്രമല്ല ഇനിയുണ്ട്, നിങ്ങൾക്ക് ഇതിന്റെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഈ പറയുന്ന തിയററ്റിക്കൽ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ എക്സലിൽ എഴുതി പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് എന്ത് ചെയ്യും, അതുപോലെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഈ GSTന്റെ ലോ, ആക്ട്, റൂൾസ് ഒക്കെ, അതിന്റെ തിയററ്റിക്കലി കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ അതും പ്രത്യേകം എന്ത് ചെയ്യും, അതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതാണ് നമ്മുടെ ക്ലാസിന്റെ ഒരു ഓവർവ്യൂ. നിങ്ങൾക്കിനി മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ. നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചോദിക്കുക. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക, ഡൗട്ട് ചോദിക്കാം. ഓക്കെ.
ഡൗട്ട് ചോദിക്കാൻ ആർക്കും മടി കാണിക്കണ്ട, എല്ലാവർക്കും ചോദിക്കാം. ഓക്കെ. സാറ് ഹലോ. എന്നാണ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്ലാസ് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യും. എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്? സെയിം ടൈമാണ്, രാത്രി സെയിം 9 ടൈം, 9 മണിക്ക്. to 10. ഓക്കെ അതെ അതെ, സെയിം ടൈം. ഓക്കെ ഓക്കെ. ഓക്കെ, സ്റ്റാഫുമായിട്ട് അപ്പം നാളെ രാവിലെ കോണ്ടാക്ട് ചെയ്താൽ മതിയല്ലോ. മതി മതി, നാളെ രാവിലെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടുന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. റൈറ്റ്. ഓക്കെ. ഹലോ പറയൂ പറയൂ. സാർ, നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടാവുന്ന പറഞ്ഞില്ല, നമ്മുടെ ക്ലാസ് കഴിഞ്ഞാലും തുടർന്ന് ഒരു സപ്പോർട്ട് നമ്മളിപ്പോൾ ഉറപ്പായിട്ടും ഇൻ കേസ് ഉറപ്പായിട്ടും. അത് തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുമോ? അതെ, കാരണം എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചാലും സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഡൗട്ടുകൾ വരുമല്ലോ എന്തായാലും. അതിപ്പോ ഏത് കോഴ്സ് അതെ ആയാലും അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മളുടെ അതെ. സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ. ഓക്കെ. സാർ ആക്ച്വലി ഹലോ ആ പറയൂ ഹലോ പറയൂ. പറയൂ. സാർ ആക്ച്വലി കേരളത്തിലെ അല്ല, ആ, ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് കർണാടകത്തിലാണ്. ഓക്കെ. അപ്പം അവിടെയാണെങ്കിലും ഇതിന്റെ സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട് കാണുമല്ലോ. ഉറപ്പായിട്ടും താങ്കൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഓക്കെ, ശരി ശരി. ഈ വേറെ ഒരു സംശയം കൂടി. ഇപ്പൊ ഈ ക്ലാസ് അല്ലാതെ എനിക്ക് ഈ പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നീട് എന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കാരണം അത് നമുക്ക് ചിലപ്പോൾ അറിയില്ല. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു ഓഡിറ്റ് ഫേം ആണേ. അപ്പൊ നമ്മൾ ട്രെയിനിങ് ആ കണ്ടിന്യൂസ് കൊടുക്കാറില്ല അങ്ങനെ. എന്തായാലും ഓക്കെ താങ്കൾ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക. റെക്കോർഡിംഗ് അവൈലബിൾ ആണ്, അത് അൺലിമിറ്റഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് ഓക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ ഓക്കെ. എന്നാ ഞാൻ നാളെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ശരി ശരി. ഇടയ്ക്കിലെ ക്ലാസ്സുകൾ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ റെക്കോർഡ് കിട്ടുമല്ലോ അല്ലേ? അതെ, റെക്കോർഡ് ഡെയിലി അയക്കും കേട്ടോ, ഡെയിലി അയക്കും. ഓക്കെ അത് ഓക്കെ. അൺലിമിറ്റഡ് യൂസ് ചെയ്യാം. ഓക്കെ. ഹലോ സാർ, പറയൂ പറയൂ. ഞാനിപ്പോ വേറൊരാളാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അപ്പോ ഞാനിപ്പോ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് 100% ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി. സാറ് ആ പറഞ്ഞു, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ആ, അത് കൺഫേം ആണ്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. ആ ഞാൻ സപ്പോർട്ട് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ. അതൊരു കൺഫേം ആണെങ്കിൽ നമുക്ക് അതാണ്, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളേ. കാരണം ആ കാരണം ഡേ ടൈം കംപ്ലീറ്റ് ഞാൻ ഡൗട്ട് ക്ലിയറിങ്ങിനും വർക്ക് സപ്പോർട്ടിനും വേണ്ടി മാത്രമാണ് ടൈം മാറ്റി വെക്കുന്നത്. അതുകൊണ്ട് അതിലൊരു അല്ല സംശയം വേണ്ട കേട്ടോ. ഓക്കെ. അല്ല, ഓക്കെ. പുള്ളി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമ്മളിപ്പോ അവർക്കൊരു പേയ്മെന്റ് കൊടുത്തിട്ടാണല്ലോ ഇപ്പൊ പോകുന്നത്. അപ്പൊ അതെ അതെ പെട്ടെന്ന് അതെ. നമ്മളോട് സ്കിപ്പ് ചെയ്ത് പോരുമ്പോ നമ്മളെ ഇത് ആ, ഇത്രയും കാലമുള്ള കണക്കുകളൊക്കെ അവരുടെ കയ്യിലുള്ളത്, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്നുള്ളത് നമുക്കറിയില്ല. അതെ അപ്പൊ അതെ. ഞാനൊക്കെ നേരത്തെ സാറ് പറഞ്ഞ പോലെ നേരത്തെ ഇതുപോലെ പെനാൽറ്റി ഒക്കെ കിട്ടിയൊരു കേസാണ്. ഇതുപോലെ ആള് ചേഞ്ച് ഓക്കെ, ചെയ്തപ്പോ മനസ്സിലായി നമ്മൾ മനസ്സിലായി. വേറെ ആൾക്ക് നമ്മളെ കൺസൾട്ടന്റ് ആക്കിയപ്പോ ഓക്കെ മുമ്പുണ്ടായിരുന്ന ആള് നമുക്കൊരു പണി തന്നു പോയി. ഓക്കെ. ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഈ നമ്മള്. ജി എസ് ടി ആർ 9 ചെയ്യാത്ത എന്തോ പ്രശ്നമാണ്. ഇതുപോലെ വന്ന ഒരു ഓക്കെ ഇഷ്യൂ ആണ്. നമ്മളിതിന്റെ ഓക്കെ ഓക്കെ. പെനാൽറ്റി ഒക്കെ കിട്ടേണ്ടി വന്നു. അതാണ് ഞാൻ അപ്പൊ എടുത്തു അതുപോലെ പറഞ്ഞത്. നമുക്ക് അവർക്ക് കിട്ടുന്ന ഒരു വരുമാനമാണല്ലോ ഇല്ലാതാവുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും ഉറപ്പായിട്ടും. നമുക്കൊരു അതെ അതെ. പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും കാലം നമുക്കത് അറിയാത്ത വിഷയമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് എല്ലാം ഡീറ്റെയിൽ ആയി പഠിപ്പിക്കുന്നുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഓക്കെ. ഇപ്പൊ കാരണം ഒരു ഒരു റിട്ടേൺ ഫോം എടുത്താല് അതിനകത്ത് ഒരു കോളം പോലും മിസ്സാക്കത്തില്ല. ഞാൻ എടുത്തു പറഞ്ഞ് ഓക്കെ ഓക്കെ. ഇതുപോലെ ഇത്ര കോളം ഉണ്ട്, ഇത്ര റോ ഉണ്ട്, എടുത്തു പറയാം. അതുകൊണ്ടാണ് കേട്ടോ, എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്യും. ഇത് സാറ് പറഞ്ഞ പോലെ 4 വർഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് അന്നത്തെ ഇഷ്യൂ നമുക്ക് വരുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. GSTR 9 ചെയ്യുകയാണ് ബെറ്റർ ഓപ്ഷൻ. 2 ഓക്കെ കോടിക്ക് എബോ ആണെങ്കിൽ റൂള് പറയും, നമ്മൾ ചെയ്യുകയായിരുന്നു ബെറ്റർ ഓപ്ഷൻ കേട്ടോ. അത് ചെയ്യാൻ നമ്മൾ പഠിക്കും. ഓക്കെ. അത് ചെയ്യാൻ വെച്ച് ഓക്കെ കോംപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് മിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്തു. പക്ഷെ നമ്മളത് സിമ്പിളായി പഠിക്കും. ഓക്കെ. ഓക്കെ അങ്ങനെ. ഓക്കെ. ശരി. താങ്ക് യു. ഓക്കെ, ശരി. ഹലോ സാറേ, ആ സാറിന്റെ ഓഫീസ് എവിടെയായിട്ടാ വരുന്നത് സാറേ? എവിടെ? ഇത് മലപ്പുറത്താണ്, പെരിന്തൽമണ്ണ. ഓക്കെ 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 സാർ. ഓക്കെ, ശരി. സാറിന്റെ ഓഫീസ് കണ്ണൂര് ബേസ് ആയിട്ട് എവിടെയും ഉണ്ടോ? ഇല്ല, നമുക്ക് ഇവിടെ പെരിന്തൽമണ്ണയിലെ ഓഫീസ് വരുന്നേ. ഓക്കെ ഓക്കെ അങ്ങനെ. ഓക്കെ. ഓക്കെ ഫൈൻ. ഓക്കെ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഞാൻ ഈ റെക്കോർഡ് തീർച്ചയായും. ഓക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഓക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ ഗുഡ് കാണാം. നൈറ്റ്. ഓക്കെ. ഗുഡ് നൈറ്റ്. താങ്ക് ഓക്കെ യു. നാളെ പറയാം, രാവിലെ ഓക്കെ. പറയാം. ഓക്കെ ആയിക്കോട്ടെ, ഗുഡ് ശരി. നൈറ്റ്. ഓക്കെ, ഗുഡ് ഓക്കെ. നൈറ്റ്. ഓക്കെ താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ.